നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ നോക്കാം. टेरर और ट्रेड एक साथ नहीं चल सकते और पानी और खून भी एक साथ नहीं बह सकता. പ്രധാനമന്ത്രിയുടെ ശക്തമായ മുന്നറിയിപ്പിന് പിന്നാലെയും പ്രകോപനം തുടർന്ന പാകിസ്ഥാൻ 10 ഇടങ്ങളിൽ അതിർത്തി കടന്ന ഡ്രോണുകൾ എല്ലാം വെടിവെച്ചിട്ട് സൈന്യം പാകിസ്ഥാനെ പ്രതിഷേധം അറിയിക്കും. വെടിനിർത്തൽ സാഹചര്യം നിലനിൽക്കുകയാണെന്ന് സൈന്യം. അതിർത്തി സംസ്ഥാനങ്ങളിലെ വിമാന സർവീസുകൾ നിർത്തി ഇൻഡിഗോയും എയർ ഇന്ത്യയും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദിയിൽ കിരീടാവകാശി സൽമാൻ രാജകുമാരനുമായി കൂടിക്കാഴ്ച നടത്തും. ഗൾഫ് ഉച്ചകോടിയിലും പങ്കെടുക്കും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം കവരാൻ ശ്രമിച്ചതാര്, പിന്നിൽ ആരൊക്കെ? 8 ജീവനക്കാരെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. മോഷണ ശ്രമം സ്ഥിരീകരിച്ചതോടെ വിശദമായ അന്വേഷണത്തിന് പോലീസ്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ഭാരവാഹികളും ഡൽഹിയിലേക്ക്. ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച വൈകിട്ട് 4-ന്. തെരഞ്ഞെടുപ്പുകളുടെ ഒരുക്കം പ്രധാന ചർച്ച. ഗതാഗത നിയമലംഘനത്തിനുള്ള പിഴയെന്ന് പറഞ്ഞ് പുതിയ സൈബർ തട്ടിപ്പ്. വാട്സ്ആപ്പിൽ പരിവാഹന്റെ അറിയിപ്പ് നൽകി അക്കൗണ്ട് കാലിയാക്കുന്നത് തട്ടിപ്പുകാർ. പണം പോയത് നിരവധി പേർക്ക്. ജാഗ്രത പാലിക്കണമെന്ന് പോലീസ്. ADGP P. വിജയന്റെ പേരിൽ ഫേസ്ബുക്ക് പേജ് നിർമ്മിച്ചും തട്ടിപ്പ്. തിരുവനന്തപുരം സ്വദേശിക്ക് നഷ്ടമായത് 50,000 രൂപ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച IPL മത്സരങ്ങൾ ശനിയാഴ്ച വീണ്ടും തുടങ്ങും. ആദ്യ ക്വാളിഫയർ 29-ന്, ഫൈനൽ ജൂൺ 3-ാം തീയതി. തീരുമാനം കേന്ദ്ര സർക്കാരുമായി നടത്തിയ കൂടിയാലോചനയ്ക്ക് ശേഷം. സമാധാനം പുലരട്ടെ. ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തതിന് പിന്നാലെ ഉണ്ടായ ശക്തമായ പാക് പ്രകോപനത്തെ ചെറുത്ത് ഇന്ത്യ പാക് അതിർത്തിയിൽ 10 ഇടങ്ങളിലാണ് പാക് ഡ്രോണുകൾ പറന്നെത്തിയത്. ഡ്രോണുകൾ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനവും സൈന്യവും ചേർന്ന് തകർത്തു. അതിനിടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ തിങ്കളാഴ്ച വിദേശകാര്യ പാർലമെന്ററി സമിതി യോഗം ചേരും. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി യോഗത്തിൽ വിശദാംശങ്ങൾ നൽകും. അതേസമയം ട്രംപിന്റെ പ്രസ്താവന ഉയർത്തിയ സംശയങ്ങൾക്ക് പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. MG മിഥുൻ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. മിഥുൻ, ഇന്നലെ പ്രധാനമന്ത്രി ശക്തമായൊരു മുന്നറിയിപ്പാണ് പാകിസ്ഥാന് നൽകിയത്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്നലെയും ട്രംപ് ആവർത്തിച്ചത് ട്രേഡിന്റെ പേരിൽ ഞാൻ 2 രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്തി, അതോടുകൂടി 2 പേരും കോംപ്രമൈസ് ആയി എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പതിവ് അവകാശവാദമൊക്കെ ഇന്നലെയും തുടർന്നു. പക്ഷേ ഈ ഇന്നലത്തെ അഭിസംബോധനയിൽ പ്രധാനമന്ത്രി കൃത്യമായി പറഞ്ഞത് പാകിസ്ഥാൻ ഇങ്ങോട്ട് വന്ന് അഭ്യർത്ഥിക്കുകയല്ല, അപേക്ഷിക്കുകയായിരുന്നു ഒരു വെടിനിർത്തലിന് എന്നാണ് പറഞ്ഞത്. എന്താണ് സംഭവിച്ചത് എന്നത് അറിയാൻ രാജ്യത്തിന് താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷം ഈ ആവശ്യം വളരെ ശക്തമായി ഉന്നയിക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു ആവശ്യം ഉയരുമ്പോൾ അതിനെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ നേരിടുന്നത്? ശ്രീജ, കഴിഞ്ഞ ദിവസം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ ഇതിലൊരു കൃത്യമായ അല്ലെങ്കിൽ ഒരു വ്യക്തമായ മറുപടി ഇതുമായി ബന്ധപ്പെട്ട് നൽകിയില്ല എന്നൊരു ആരോപണമാണ് പ്രധാനമായും കോൺഗ്രസ് ഉന്നയിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഒരു സീസ്ഫയറിലേക്ക് കാര്യങ്ങൾ എത്തിയതിന് പിന്നിൽ US ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ മറുപടി, ഒരു വ്യക്തത കേന്ദ്ര സർക്കാർ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതൊരു വലിയ വിവാദത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ട്രംപിന്റെ ഭാഗത്ത് നിന്ന് സമാനമായ രീതിയിലുള്ള ചില
പോസ്റ്റുകൾ വരുന്നത്. അതായത് ട്രേഡിംഗ്, ഇരു രാജ്യങ്ങളുടെയും ട്രേഡിംഗ് അവസാനിപ്പിച്ച് കളയുമെന്നുള്ള ഭീഷണി, അതിന് വഴങ്ങിയാണ് ഇരു രാജ്യങ്ങളും ഉടൻ തന്നെ സീസ് ഫയറിന് തയ്യാറായത്, അത്തരത്തിലൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോയത് അതുകൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞു വെക്കുന്ന പോസ്റ്റാണ് ഇപ്പോൾ വലിയ വിവാദത്തിന് തിരികൊളുക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ എന്തുകൊണ്ട് കൃത്യമായി പ്രധാനമന്ത്രി മറുപടി പറയുന്നില്ല? അതിന്റെ ഭാഗമായി പാർലമെന്റ് ഒരു പ്രത്യേക പാർലമെന്റ് സെഷൻ വിളിച്ചു ചേർത്തുകൊണ്ട് പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം. ഏതെങ്കിലും തരത്തിൽ ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഭീഷണി ഉണ്ടായിട്ടുണ്ടോ? അതുമൂലമാണോ ഈ പാകിസ്ഥാന്റെ പ്രകോപനത്തെ മറികടന്നുകൊണ്ട് ഒരു സീസ് ഫയറിലേക്ക് പോകാൻ ഇന്ത്യ മുൻകൈയെടുത്തത്? അതിലൊരു വ്യക്തത വരുത്തണം. ഒപ്പം തന്നെ ഈ മധ്യസ്ഥ ചർച്ചകളിലൊക്കെ തന്നെ ഒരു മൂന്നാം കക്ഷി എന്ന രീതിയിൽ US ഇടപെട്ടിട്ടുണ്ടോ? അക്കാര്യത്തിലും പ്രധാനമന്ത്രി മറുപടി പറയണം. മറ്റൊന്ന്, ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് ഇതുവരെയും വിശദീകരിക്കാൻ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല. ഇതിനു മുമ്പ് വിളിച്ചു ചേർത്തിട്ടുള്ള 2 സർവകക്ഷി യോഗങ്ങളിലും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മാത്രമാണ് പങ്കെടുത്തിട്ടുള്ളത്. അതിൽ കൃത്യമായി മറുപടി പറയേണ്ടത് പ്രധാനമന്ത്രിയാണ്. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ പ്രതിപക്ഷ പാർട്ടികളെ വിളിച്ചു ചേർത്തുകൊണ്ട് ഇക്കാര്യങ്ങൾ പറയുന്നില്ല എന്നുള്ളൊരു ആരോപണവും ഉയർന്നു വരുന്നുണ്ട്. അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം. കൂടാതെ തന്നെ സൈന്യം പറയുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ചില അവകാശവാദങ്ങളുണ്ട്, അതിലൊരു വ്യക്തത വരുത്താൻ തയ്യാറാകണം. ഏതൊക്കെ രീതിയിലായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ നടന്നിട്ടുള്ള പാക് പ്രകോപനവുമായി ബന്ധപ്പെട്ട ഇന്ത്യ സ്വീകരിച്ച നടപടി, അതിൽ ഏതൊക്കെ തരത്തിലൊക്കെ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയത്? ഇക്കാര്യത്തിലും കൃത്യമായ വിശദീകരണം നൽകണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായി ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. അതിലൊരു മറുപടി ഇതുവരെയും കേന്ദ്രത്തിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ചില കാര്യങ്ങളിൽ BJP തന്നെ രംഗത്ത് വരുന്നു. അതായത് തെളിവുകൾ, സൈന്യം പുറത്തുവിട്ടിട്ടുള്ള തെളിവുകൾ ഒരിക്കൽ കൂടി കാണിച്ചുകൊണ്ട് അതിൽ ഏതൊക്കെ തരത്തിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്, വലിയ രീതിയിൽ പാകിസ്ഥാന് മേൽ പ്രതിരോധം സൃഷ്ടിക്കാൻ ഇന്ത്യക്കായി തുടങ്ങിയ കാര്യങ്ങൾ തെളിവുകളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു BJPയുടെ ഔദ്യോഗിക വക്താക്കൾ വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നത് നമ്മൾ കാണുകയും ചെയ്തു. പക്ഷേ ഇതൊരു മറുപടിയായി കോൺഗ്രസ് കണക്കാക്കുന്നില്ല. അതിൽ വ്യക്തമായ ചിത്രം നൽകേണ്ടത് അല്ലെങ്കിൽ വ്യക്തമായ മറുപടി നൽകേണ്ടത് പ്രധാനമന്ത്രി തന്നെയാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. എന്തായാലും അത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നു. അതേസമയം വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള പ്രകോപനം ഉണ്ടാകുന്ന വലിയ ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം DGMO തലത്തിൽ സ്വീകരിച്ച ചില നിലപാടുകൾ ഉണ്ടായിരുന്നു. അതായത് അതിർത്തിയിലുള്ള സേനാ വിന്യാസങ്ങളെ കുറയ്ക്കാമെന്നുള്ളൊരു ധാരണയിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയിരുന്നു. ഈ DGMO തലത്തിൽ ചർച്ചയിലായിരുന്നു ആ ധാരണയിലെത്തിയത്. പക്ഷേ നിലവിൽ ആ ഒരു ധാരണയെ പ്രകാരം മുന്നോട്ട് പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് സൈന്യം എത്തിച്ചേർന്നു എന്നാണ് നമുക്ക് നിലവിൽ വ്യക്തമാകുന്ന സൂചനകൾ. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും സമാനമായ രീതിയിലുള്ള ആക്രമണം പലയിടങ്ങളിലായി നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 10 ഇടങ്ങളിലാണ് ഡ്രോൺ പ്രത്യക്ഷപ്പെട്ടത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്തുള്ള ആ സ്പീച്ച് നടന്നതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിൽ പലയിടങ്ങളിലും ഡ്രോണിന്റെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത് അത് നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം കൃത്യമായി അത് തകർക്കുകയും ചെയ്തു. എങ്കിൽ പോലും തന്നെ ആശങ്ക അതിർത്തി മേഖലകളിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉടൻ ഈ സേനാ വിന്യാസത്തെ കുറച്ചാൽ അത് പാകിസ്ഥാൻ ഇതിനു മുമ്പ് ഇതേ സമാനമായ രീതിയിൽ ചില കാര്യങ്ങളിൽ വീണ്ടും പ്രകോപനം സൃഷ്ടിക്കുന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ പിന്മാറ്റം നടത്തിയാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സൈന്യം മുന്നോട്ട് പോവുകയും ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, അതിർത്തി മേഖല വീണ്ടും ശാന്തിയിലേക്ക് വരികയാണ്, സമാധാനത്തിന്റെ നാളുകളിലേക്ക് വരികയാണ്. അത്തരത്തിലൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണാൻ സാധിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി ജമ്മു കാശ്മീരിൽ സ്കൂളുകൾ ഇപ്പോൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ വരുന്നു. അതിർത്തി മേഖലകളിലേക്ക് അവിടെ നിന്ന് നിരവധി ആളുകളെയൊക്കെ തന്നെ ഒഴിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് പൂഞ്ചിലായിരുന്നു ഏറ്റവും കൂടുതൽ ഷെല്ലാക്രമണത്തിൽ നാശം വിതച്ചത്, നഷ്ടം സംഭവിച്ചത്. 13 പേർ, സാധാരണക്കാരായിട്ടുള്ള ഗ്രാമീണരായിട്ടുള്ള 13 പേർ അവർ കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. ആ മേഖലകളിൽ സന്ദർശിച്ചുകൊണ്ട് ഒമർ അബ്ദുള്ള പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഇനി ഒന്നുകൊണ്ടും ഭയക്കേണ്ടതില്ല, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, എല്ലാം നിയന്ത്രണ വിധേയമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കൊപ്പം സർക്കാരുണ്ട്, കേന്ദ്ര സർക്കാരുണ്ട്, സൈന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ധൈര്യമായി മുന്നോട്ട് പോകുക എന്നാണ് ഒമർ അബ്ദുള്ള വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ മേഖലകളെ സന്ദർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഈ ഒരു നിലപാട് ആവർത്തിക്കുകയും ചെയ്തത്. എന്തായാലും പൂഞ്ചിലും ബരാമുള്ളയിലും ഒപ്പം തന്നെ കുപ്വാരയിലും ഈ 3 മേഖലകളിൽ നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ് എങ്കിൽ പോലും അവിടുത്തെ വീടുകളെല്ലാം തന്നെ വലിയ രീതിയിൽ തകർന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ പുനഃക്രമീകരിച്ച് നൽകി, അത് പുനർനിർമ്മിച്ച് നൽകിയതിനു ശേഷം
ശേഷം അവിടുത്തെ ആളുകളെ അങ്ങോട്ടേക്ക് മാറ്റിയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ജമ്മു കാശ്മീർ സർക്കാർ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് അതിർത്തി മേഖലകളിൽ നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. ശാന്തമായ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിർത്തി മേഖലയിലെ സ്കൂളുകൾ ഭൂരിഭാഗവും തുറന്നിട്ടുണ്ട്. പക്ഷേ പഞ്ചാബിലെ ചില മേഖലകളിൽ, രാജസ്ഥാനിലെ ചില മേഖലകളിലൊക്കെയുള്ള അതിർത്തി പ്രദേശങ്ങളിലുള്ള സ്കൂളുകൾക്ക് നിയന്ത്രണം കടുപ്പിച്ചിട്ടുണ്ട്. അതിനിടെ തന്നെ ചില വിമാന സർവീസുകൾ, 6 വിമാന സർവീസുകൾ ഈ ഡ്രോണുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് അതിന്റെ പശ്ചാത്തലത്തിൽ ഇൻഡിഗോയും ഒപ്പം തന്നെ എയർ ഇന്ത്യയും റദ്ദാക്കിയിട്ടുണ്ട്. യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് വിമാന കമ്പനികൾ വ്യക്തമാക്കുകയും ചെയ്തത്. മറ്റിടത്തെല്ലാം തന്നെ സ്ഥിതിഗതികൾ ശാന്തമായി തുടരുന്നു. ശരി, മിഥുനാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യവ്യാപകമായി തിരങ്ക യാത്ര നടത്താൻ BJP ഇന്നു മുതൽ 11 ദിവസം നീണ്ടു നിൽക്കുന്ന തിരങ്ക യാത്രയാണ് സംഘടിപ്പിക്കുന്നത്. മോദി സർക്കാരിന്റെ ദൃഢനിശ്ചയമുള്ള നേതൃത്വവും ഇന്ത്യൻ സേനകളുടെ ആത്മവീര്യവും സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് യാത്രയുടെ ലക്ഷ്യം. കേരളത്തിൽ നാളെയാണ് തിരങ്ക യാത്ര. മുതിർന്ന BJP നേതാക്കളും കേന്ദ്രമന്ത്രിമാരും തിരങ്ക യാത്രയുടെ ഭാഗമാകും. INS വിക്രാന്തിന്റെ വിവരങ്ങൾ തേടി കൊച്ചി നാവികസേന ആസ്ഥാനത്ത് ലഭിച്ച വ്യാജ ഫോൺ കോളിൽ അറസ്റ്റിലായ മുജീബ് റഹ്മാനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. പ്രതി മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സയിലുള്ള ആളാണെങ്കിലും വിശദമായി ചോദ്യം ചെയ്യണമെന്ന നിലപാടിൽ തന്നെയാണ് അന്വേഷണ ഏജൻസികൾ ഉള്ളത്. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഇയാൾ മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണ് എന്ന് പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ വീണ്ടും ഈ ചോദ്യം ചെയ്യലിലേക്ക് പോകുന്നത് ഇത് നിസ്സാരമായി എടുക്കാനാവില്ല എന്നൊരു വിലയിരുത്തലാണോ? അതിന്റെ ഒരു നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. കാരണം പ്രത്യേകിച്ച് INS വിക്രാന്തിന്റെ ഒരു നീക്കം സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് വിളിച്ചു ചോദിച്ചത് നാവികസേന ആസ്ഥാനത്തേക്ക് തന്നെയാണ് എന്നതാണ് ഇതിന്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. എന്നാൽ അദ്ദേഹം 2021 മുതൽ ഈ മാനസികാസ്വസ്ഥ മുജീബ് റഹ്മാൻ ചികിത്സയിലാണ് എന്നുള്ള വിവരവും പോലീസിന്റെ അന്വേഷണത്തിൽ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കേസ് ഇങ്ങനെ വരുന്ന ഒരു കേസ് ആ രീതിയിൽ വിളിച്ച് ഒരു സ്ഥലത്തേക്ക് അന്വേഷിക്കുക എന്നൊന്നും പ്രായോഗികമായ കാര്യങ്ങളോ അല്ലെങ്കിൽ അനുവദിക്കുന്നതുമായ കാര്യങ്ങളോ അല്ല. അതുകൊണ്ട് അതിന്റെ നടപടിക്രമങ്ങൾ പാലിക്കണം. അതുകൊണ്ട് പോലീസിന് പുറമെ നാവികസേനയും അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് ബ്യൂറോയും NIA അടക്കമുള്ള ഏജൻസികൾ കൂടി ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുത്തേണ്ടതുണ്ട്. ഇയാളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. ഇയാളുടെ സുഹൃത്തുക്കൾ അടക്കമുള്ള കാര്യങ്ങൾ, അത് ഒരു നടപടികളുടെ ഭാഗമായിട്ട് അത്തരം കാര്യങ്ങൾ കൂടി സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ ആദ്യത്തെ ഒരു അന്വേഷണത്തിൽ അവർക്ക് മനസ്സിലായിരിക്കുന്ന ഒരു കാര്യങ്ങൾ ഇയാൾ ഇങ്ങനൊരു അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ആളാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കാനും പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. എന്തെങ്കിലും നടപടി പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അന്വേഷണം വേണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ റിമാൻഡിലുള്ള ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ഒന്നുകൂടി ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും ഇതിലെ ഒരു പ്രൊസീജിയർ അവസാനിപ്പിക്കുക എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് സൗദി കിരീടാവകാശിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നാളെ ഗൾഫ് ഉച്ചകോടിയിലും പങ്കെടുക്കും. രഞ്ജിത്ത് രാമചന്ദ്രൻ വിവരങ്ങളുമായി. രഞ്ജിത്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അറബ് രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ ബന്ധമൊക്കെ ശക്തിപ്പെടുത്താനുള്ള നീക്കമൊക്കെ നടക്കുമ്പോൾ എന്തൊക്കെയാണ് വിവരങ്ങൾ? ട്രംപിന്റെ പറക്കും കൊട്ടാരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുന്നതിനിടയിലാണ് മധ്യേഷ്യൻ സന്ദർശനം അദ്ദേഹം ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നമുക്കറിയാം, ഖത്തർ രാജകുടുംബം $400 ദശലക്ഷം വില വരുന്ന ഒരു ആഡംബര വിമാനമാണ് ട്രംപിന് സമ്മാനമായി നൽകുക എന്ന വാർത്ത ഒരാഴ്ച മുമ്പ് പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ വലിയ വിവാദങ്ങളാണ്. ആവശ്യമില്ലാത്ത ചിലവ് ട്രംപ് ഉണ്ടാക്കുകയാണെന്ന വിവാദമാണ് അദ്ദേഹത്തിന്റെ എതിർ പാർട്ടിക്കാരൊക്കെ ഉന്നയിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പ്രതികരണവുമായി രംഗത്ത് വന്നത്. തികച്ചും സുതാര്യവും പരസ്യവുമായ ഇടപാടാണ് എന്നാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഏതായാലും നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റ് ഔദ്യോഗിക വാഹനം അത് 40 വർഷം പഴക്കമുള്ളതാണ്. അത് മാറ്റി ഈ ആഡംബര വാഹനം ഖത്തർ നൽകുക എന്ന വിവാദം വലിയ തോതിൽ നടക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് 2018 ട്രംപ് ഒരു പുതിയ വിമാനത്തിന് ഓർഡർ ചെയ്ത് അത് 2029 മാത്രമായിരിക്കും പ്രസിഡന്റിന് ലഭ്യമാകുക എന്ന വിവരങ്ങൾ പുറത്തു വരുന്നതിനിടയിലാണ് ഈ ഖത്തറിന്റെ വിമാനം ഔദ്യോഗികമായി ട്രംപ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈ വിഷയത്തിൽ
തികച്ചും സുതാര്യമായ കാര്യമാണ് എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഇത് വലിയൊരു വിവാദമായി നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയിൽ ഉണ്ടാകുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ മധ്യേഷ്യൻ സന്ദർശനം എന്നത് പ്രധാനമാണ്. ആദ്യ ദിവസമായ ഇന്ന് അദ്ദേഹം സൗദി അറേബ്യയിലാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിൽ ലോകം ഉറ്റുനോക്കുന്ന ഈ സന്ദർശനത്തിൽ മറ്റ് ഗൾഫ് നേതാക്കളെ കൂടി സൗദി അറേബ്യ ക്ഷണിച്ചിട്ടുണ്ട് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ്, ബഹ്റൈൻ രാജാവ് ഹമദ് അൽ ഖലീഫ, കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ ജാബിർ അൽ സബ എന്നിവർക്കാണ് സൗദി രാജാവിൻ്റെ ക്ഷണമുള്ളത്. സൗദിയിൽ വെച്ച് നടക്കുന്ന ഗൾഫ് അമേരിക്ക ഉച്ചകോടിയിലും ട്രംപ് 2 ദിവസത്തിന് ശേഷമാണ് പങ്കെടുക്കുന്നുണ്ട് എന്ന പ്രധാനപ്പെട്ട വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇറാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു ചർച്ചയുണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. പലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ചയുണ്ടാകും. ഒപ്പം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ തൻ്റെ ഇടപെടൽ വളരെ വ്യക്തമായി തന്നെ ഗൾഫ് രാജ്യങ്ങളെ ട്രംപ് അറിയിക്കും എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇത് മാത്രമല്ല, സൗദി അറേബ്യ ആദ്യമായി ആണവ റിയാക്ടർ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ട്. ഇതിനുള്ള സഹായം സൗദി അമേരിക്കയോട് തേടിയിട്ടുണ്ട്. സ്വാഭാവികമായും ഈ വിഷയത്തിലെ ഉദ്യമത്തിൽ അമേരിക്കയുമായി ബന്ധപ്പെട്ട സഹകരണം സൗദി പ്രതീക്ഷിക്കുന്നുണ്ട് താനും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി ഈ ചർച്ചയുടെ ഭാഗമാകും എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും മിഡിൽ ഈസ്റ്റ് മേഖലയിൽ അമേരിക്കൻ സമീപനം എന്താകുമെന്ന് ഈ സന്ദർശനത്തിൽ ട്രംപ് വ്യക്തമാക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമോ എന്ന കാര്യത്തിലൊക്കെ അത്തരത്തിലുള്ള തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. അതേസമയം ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ വലിയ തോതിലുള്ള പ്രതീക്ഷകൾ ഗൾഫ് രാജ്യങ്ങൾക്ക് ട്രംപിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുണ്ട്. രഞ്ജിത്ത് രാമേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കാണാതായ സംഭവത്തിൽ ദുരൂഹത തുടരുകയാണ്. 8 ജീവനക്കാരുടെ മൊഴി ഇന്ന് വീണ്ടും രേഖപ്പെടുത്തും. മോഷണ ശ്രമമാണ് നടന്നതെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്ന എഫ്ഐആറിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകൾക്കല്ലാതെ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് ഒരുപക്ഷെ ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടതാണ്, ഇതിനു മുൻപും സംഭവിച്ചിട്ടുണ്ടാവാം. പകരം സാധനങ്ങൾ കൊണ്ടുവയ്ക്കുന്ന തരത്തിലൊക്കെയുള്ള തട്ടിപ്പിനെ കുറിച്ചൊക്കെ മുൻപ് കേട്ടിട്ടുമുണ്ട്. ആ സാഹചര്യത്തിൽ ഇത് എത്രത്തോളം ഗൗരവത്തോടെയാണ് കാണുന്നത്? ഈ എഫ്ഐആറിൽ എന്താണ് പറയുന്നത്? വളരെ ഗൗരവത്തോടെയാണ് പോലീസും അതുപോലെ സർക്കാരും ഇത് കാണുന്നത്. കാരണം വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള സ്ഥലമാണ് പത്മനാഭ സ്വാമി ക്ഷേത്രം. പോലീസിൻ്റെ കർശന സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഒരാൾക്ക് അകത്തും പുറത്തേക്കും കടന്നു പോകാൻ കഴിയൂ. ജീവനക്കാർക്കും അതുപോലെ ദർശനത്തിൽ എത്തുന്നവർക്കുമൊക്കെ ഇത് ബാധകമാണ്. പക്ഷേ അതിനിടയിലാണ് ഇങ്ങനെ 13 പവൻ സ്വർണം കാണാതെ പോയി എന്ന വിവരം പുറത്തു വരുന്നത്. ക്ഷേത്രത്തിൽ ഇപ്പോൾ സ്വർണം പൂശൽ, അതായത് പത്മനാഭസ്വാമിയുടെ ശിരസിൻ്റെ തലഭാഗം അവിടെ വാതിലിൽ സ്വർണം പൂശുന്ന പണികളടക്കം നടക്കുകയാണ്. അതിനുവേണ്ടി സ്ട്രോങ് റൂമിൽ നിന്ന് മാറ്റിയ സ്വർണത്തിനാണ് കുറവ് വന്നത്. അത് പിന്നീട് ഈ വടക്കേ നടയ്ക്ക് സമീപം തന്നെ മണ്ണിൽ പുതഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി മണ്ണ് കാലുകൊണ്ട് ഇളക്കി മറിച്ച് പരിശോധിക്കുമ്പോഴാണ് ഇത് കണ്ടെത്തുന്നത്. ഇതൊരു ദണ്ഡ് രൂപത്തിലുള്ളതായിരുന്നു. കണ്ടാൽ കമ്പിയെന്ന് തോന്നുന്നത് സ്വർണ്ണ നിറമായിരിക്കും ക്രോമിയം ആയി മാറ്റി പണിക്ക് വേണ്ടി ഉപയോഗിക്കാൻ വച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കളഞ്ഞുപോയതാണെന്ന നിലപാടാണ് ജീവനക്കാർക്കുള്ളത്. പക്ഷേ പോലീസ് ഇപ്പോഴും പറയുന്നത് അത് മോഷണ ശ്രമം തന്നെയാണ്. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ മണ്ണിലിട്ട ശേഷം പോവുകയായിരുന്നു. സ്ട്രോങ് റൂമിൽ CCTV ഉണ്ടോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. പക്ഷേ മറ്റു ഭാഗങ്ങളെല്ലാം CCTV ഉള്ള സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ ജീവനക്കാരെ വീണ്ടും ചോദ്യം ചെയ്യണമെന്ന നിലപാടിലാണ് പോലീസ് ഉള്ളത്. പക്ഷേ സാധനം തിരിച്ചു കിട്ടിയിരിക്കുന്നു. അത് മിസ്സായതാണ്. പണിക്ക് കൊണ്ടുപോകുമ്പോൾ ആ സഞ്ചിയിൽ നിന്ന് താഴെ വീണ് പോയതാണെന്ന് ജീവനക്കാരും പറയുന്നു. അങ്ങനെ ഒരു തർക്കം ഇപ്പോൾ ഉണ്ട്. ഏതായാലും പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല. കൂടുതൽ ശക്തമായ പരിശോധനകൾ വേണമെന്ന നിലപാടിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ കേഡൽ ജിൻസൺ രാജയ്ക്കയുടെ ശിക്ഷാവിധിയിൽ ഇന്ന് വാദം നടക്കും. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി 6-ലാണ് വാദം നടക്കുക. വാദം പൂർത്തിയാക്കിയ ശേഷമാകും വിധി പ്രഖ്യാപനം. വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. പ്രതിക്ക് മാനസിക പരിവർത്തനത്തിന് അവസരമൊരുക്കാൻ കുറഞ്ഞ ശിക്ഷ നൽകണമെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. വീട്ടുകാരുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളാണ് മാതാപിതാക്കളും സഹോദരിയും ഉൾപ്പെടെ 4 പേരെ കൊലപ്പെടുത്താൻ കാരണമായതെന്നാണ് കുറ്റപത്രം. മാനസിക അസ്വാസ്ഥ്യമുണ്ട് എന്ന വാദം ശാസ്ത്രീയ പരിശോധനയിൽ പോലീസ് തള്ളുകയായിരുന്നു. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. ഇന്നും നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കാലവർഷം ഈ മാസം തന്നെ എത്തിച്ചേരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ആയിഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണത്തെ വേനൽ അത്ര കാഠിന്യമില്ലാത്തതാണ്. ഇടയ്ക്കിടയ്ക്ക് നല്ല മഴ കിട്ടി, വേനൽ മഴ കിട്ടി. ഇനിയിപ്പോൾ കാലവർഷം വരാറായി. ഇതിനിടയിലുള്ള ഈ ദിവസങ്ങളിൽ എത്രത്തോളം മഴ പെയ്യാൻ സാധ്യതയുണ്ട്?
ശ്രീജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തവണ അധികം വേനൽ കടുത്തിട്ടില്ല. ഇടയ്ക്കിടെ മഴയൊക്കെ ലഭിച്ചിരുന്നു. ഇപ്പോൾ ഇതാ കാലവർഷം നേരത്തെ എത്തുകയാണ്. മെയ് 27 തന്നെ കാലവർഷം എത്തും. അത് ചിലപ്പോൾ 4 ദിവസം നേരത്തെയോ 4 ദിവസം വൈകിയോ ഉണ്ടാവാമെന്നാണ് മുന്നറിയിപ്പ്. പക്ഷേ അതിന് മുന്നോടിയായി വേനൽ മഴ 15-ാം തീയതി വരെ കനക്കുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പുള്ളത്. ഇന്നും നാളെയൊക്കെ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് 3 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിലും നാളെ എറണാകുളം, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിലും നാളെ യെല്ലോ അലർട്ടാണ്. എന്തായാലും ഈ 2 ദിവസം ശക്തമായ കാറ്റിനും ഒപ്പം തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് എന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ 13-ാം തീയതി കൂടിയാണ് ആൻഡമാൻ കടലിൽ കാലവർഷം എത്തുക. അതിനുശേഷം 27-ാം തീയതി തന്നെ കാലവർഷം എത്തും സംസ്ഥാനത്ത് എന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പുള്ളത്. എന്തായാലും ഈ വേനൽ മഴ ഇടയ്ക്കിടെ ലഭിച്ചിരുന്നു. ഇപ്പോൾ കാലവർഷവും നേരത്തെ എത്തും എന്നുള്ള ആശ്വാസകരമായ വാർത്ത തന്നെയാണ് വരുന്നത്. ശ്രീജ, ശരി, ഷംനയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഗതാഗത നിയമലംഘനത്തിനുള്ള പിഴ അടയ്ക്കണമെന്ന് വ്യാജ സന്ദേശത്തിലൂടെ സൈബർ തട്ടിപ്പ്. വാട്സ്ആപ്പ് സന്ദേശത്തിലെ ലിങ്ക് ഓപ്പൺ ചെയ്യുന്നവരുടെ ഫോൺ ഹാക്ക് ചെയ്താണ് തട്ടിപ്പ്. സംസ്ഥാനത്ത് നിരവധി പേർ ഈ തരത്തിൽ തട്ടിപ്പിനിരയായെന്നും ജാഗ്രത പാലിക്കണമെന്നും സൈബർ പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. ഇതെനിക്ക് വാട്സപ്പിൽ പരിവാറിൻ്റെ ഇത് വന്നതാ. അപ്പോൾ ഇതിൽ വണ്ടി നമ്പർ ഡീറ്റെയിൽ നടത്തിയപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു APK എന്നൊരു ഫയലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഈ സമൻസിൻ്റെ വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയതാ. അപ്പോൾ അത് ഓപ്പൺ ആവണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണിച്ചു. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതാ. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ അത് ഒരു ടൈമർ പോലെ ഇങ്ങനെ സ്റ്റക്ക് കാണിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നോർമലായിട്ട് ബാക്ക് അടിച്ചിട്ട് ക്യാൻസൽ ചെയ്തിട്ട് ഇതാക്കി. പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി. ഒരു 26,595 രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചു. 26,000 രൂപ നഷ്ടപ്പെട്ട തൃശൂർ സ്വദേശിയുടെ അനുഭവമാണിത്. തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ 100ഓളം പേർ ഇതിനകം തട്ടിപ്പിനിരയായി. വാഹൻ പരിവാഹൻ എന്ന ആപ്പിൽ നിന്നുള്ള സന്ദേശമായാണ് വ്യാജ സന്ദേശം എത്തുക. ഗതാഗത നിയമലംഘനത്തിലുള്ള പിഴ എന്തെന്ന് നോക്കാൻ ആപ്പ് തുറന്നാൽ പണിപാളും. വളരെ സങ്കടകരമായ അവസ്ഥയാണ്. നമ്മളെയൊക്കെ വളരെ സാധാരണക്കാരായ ആൾക്കാർ ബാങ്ക് ലോൺ എടുക്കാനും അല്ലെങ്കിൽ ലോൺ തിരിച്ചടയ്ക്കാനും ശമ്പളം കിട്ടിയ പൈസയുണ്ട്. അങ്ങനെ ഒരുപാട് പൈസകൾ പോയിട്ടുണ്ട്. വളരെയധികം ശ്രദ്ധിക്കുക. വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ വളരെയധികം നമുക്ക് അറിഞ്ഞുകൂടാത്ത വരുന്ന നമ്പറിൽ നിന്ന് വരുന്ന ഒരു മെസ്സേജുകളും ഒരു സാധനങ്ങളും ക്ലിക്ക് ചെയ്ത് നോക്കരുത്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വാഹനത്തിൻ്റെ പെറ്റി SMS വഴി മാത്രമേ വരാറുള്ളൂ. വാട്സപ്പ് വഴി വരുന്നത് മുഴുവൻ ഫേക്കാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. തുക തട്ടിപ്പുകാരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തുകയല്ല രീതി. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും വടക്കേ ഇന്ത്യയിലും വൈദ്യുതി, കുടിവെള്ള വിതരണത്തിനുള്ള ബിൽ ഇനത്തിൽ അവിടങ്ങളിലെ സർക്കാർ അക്കൗണ്ടുകളിലേക്കാണ് പണം പോയിട്ടുള്ളത്. ഏജൻസികൾ മുഖേനയാണ് ഇവിടെ ഭൂരിഭാഗം ആളുകളും ബില്ലുകൾ അടയ്ക്കാറുള്ളതെന്ന് പോലീസ് പറയുന്നു. ഉപഭോക്താക്കളിൽ നിന്ന് തുക കൈപ്പറ്റിയ ശേഷം ഏജൻസികൾ തട്ടിക്കുന്ന തുക ഉപയോഗിച്ച് ബില്ലുകൾ അടയ്ക്കുന്നതാണ് രീതി. ഗതാഗത നിയമലംഘനത്തിന് പരിവാഹൻ വാട്സാപ്പ് സന്ദേശം അയക്കില്ലെന്നും SMS ആയി മാത്രമേ ഇത് അയക്കാറുള്ളൂ എന്നും പോലീസ് വ്യക്തമാക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. PV അരുൺ വിവരങ്ങളുമായി. അരുൺ, ഓരോ ദിവസം ഓരോ തട്ടിപ്പാണ്. ഒരു തട്ടിപ്പ് പറഞ്ഞു പഴകുകയോ അല്ലെങ്കിൽ കണ്ടു പരിചയിക്കുകയോ ചെയ്താൽ പിറ്റേ ദിവസം പുതിയതൊരെണ്ണം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധാരണക്കാരെ ബാധിക്കാനിടയുള്ള ഒരു തട്ടിപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ വിവരം പുറത്തുവിടുന്നത്. അതായത് നമ്മളൊക്കെയും വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരെന്ന നിലയ്ക്ക് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒന്നാണ് ഈ പിഴ വരുന്നത്. അത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പോകുന്നത് കയ്യിലുള്ള പണം മുഴുവനാണെന്ന് ഒരുപക്ഷെ അറിയുമായിരിക്കില്ല. ഇത് എത്രത്തോളം വ്യാപകമായി ഇപ്പോൾ നടക്കുന്നുണ്ട്? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പാണ് തട്ടിപ്പ് ആദ്യം പോലീസ് ശ്രദ്ധയിൽപ്പെടുന്നത്. ആദ്യം ഒരാൾ പരാതി നൽകുന്നു, പിന്നീട് തുടർച്ചയായ ആളുകൾ പരാതിയുമായി സംസ്ഥാനത്ത് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്നു. അങ്ങനെയാണ് ഈ തട്ടിപ്പിനെ പറ്റി പോലീസ് അന്വേഷണം തുടങ്ങിയത്. അപ്പോഴാണ് ഇത്തരത്തിൽ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു ലോബിയാകാം ഈ തട്ടിപ്പിന് പിന്നിലെന്ന വിവരത്തിലേക്ക് പോലീസ് എത്തുന്നത്. ഈ പരിശോധനയുടെ തട്ടിക്കുന്ന പണം സർക്കാർ അക്കൗണ്ടുകളിലേക്കാണ്. അത് കുടിവെള്ള ബില്ല്, വൈദ്യുതി ബില്ല്, മറ്റ് സേവനങ്ങൾക്കുള്ള ബില്ലുകൾ എന്ന രീതിയിലാണ് ഈ തട്ടിപ്പിലെ പണം മാറ്റുന്നത്. ആ ഉപഭോക്താക്കളിൽ നിന്ന് പണം വാങ്ങുകയും അത് മാറ്റിയതിനു ശേഷം ഈ തട്ടിപ്പിലൂടെ പണം ഈ അക്കൗണ്ടിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. വലിയ തട്ടിപ്പാണ്. വ്യാപകമായി തന്നെ ആളുകൾ തട്ടിപ്പിന് ഇരയാകുന്നുണ്ട്. ചെറിയ തുക മുതൽ വലിയ തുകകൾ വരെ, വലിയ എമൗണ്ട് വരെ ഈ തട്ടിപ്പിൻ്റെ ഭാഗമായി ആളുകൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി, ആപ്പ് ഒരുപക്ഷെ പൂർണ്ണമായി ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിലും ഈ ആപ്പിലേക്ക് ലിങ്കിൽ കയറി അത് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ നമ്മുടെ മൊബൈലിലെ എല്ലാ വിവരങ്ങളും, അത് എങ്ങനെയാണോ നമ്മൾ മൊബൈൽ നോക്കുമ്പോൾ കാണുന്നത്, അതുപോലെ തന്നെ ഈ എവിടെ ഇരുന്ന് ഈ തട്ടിപ്പെടുന്ന ആളുകൾക്കും വിരൽത്തുമ്പിൽ ആ വിവരങ്ങളെല്ലാം ലഭ്യമാകും. അങ്ങനെയാണ് ഫോണിൻ്റെ മറ്റു രേഖകളെല്ലാം ബാങ്ക്
ബാങ്ക് രേഖകളടക്കം മനസ്സിലാക്കി ഫോൺ ഹാക്ക് ചെയ്ത് ഈ തട്ടിപ്പ് നടത്തുന്നത് ഗതാഗത നിയമലംഘനത്തിൻ്റെ പേരിലാകുമ്പോൾ സ്വാഭാവികമായി എല്ലാവരും വളരെ പെട്ടെന്ന് അതിൻ്റെ കാരണം അറിയാൻ ശ്രമിക്കാറുണ്ട്. അതുതന്നെയാണ് ഇവർ പിടിവള്ളിയായി മാറ്റുന്നതും ഈ തട്ടിപ്പിന് വഴിയൊരുക്കുന്നതും. ശരി, ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഇത്തരത്തിൽ നിങ്ങൾ ഗതാഗത നിയമലംഘനത്തിന് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ പേരിൽ പിഴ ഈടാക്കിയാൽ ഒരിക്കലും അത് വാട്സപ്പിലല്ല വരുന്നത്, അത് SMS-ലൂടെയാണ് വരിക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുൻപും 2 or 3 തവണ ഒന്നും നോക്കിയ ശേഷം മാത്രം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ഫോണിലെ മുഴുവൻ വിവരങ്ങളും ഹാക്ക് ചെയ്യപ്പെടാനുള്ള ഒരു വഴിയാണ് നമ്മൾ അപ്പോൾ തുറക്കുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക. നമുക്ക് ചുറ്റും ഒരുപാട് തട്ടിപ്പുകളുണ്ട് എന്ന് എപ്പോഴും ശ്രദ്ധാലുവായിരിക്കുക. ഇപ്പം മറ്റൊരു തട്ടിപ്പിന്റെ വിവരത്തിലേക്ക് പോകാം. ADGP P. വിജയന്റെ വ്യാജ ഫേസ്ബുക്ക് പേജ് വഴി 50,000 രൂപ തട്ടിയതായി പരാതി. P. വിജയനാണെന്ന് പരിചയപ്പെടുത്തി സൗഹൃദം സ്ഥാപിച്ചായിരുന്നു തട്ടിപ്പ്. CRPF-ൽ ജോലി ചെയ്യുന്ന സുഹൃത്ത് സ്ഥലം മാറി പോവുകയാണെന്നും 1 ലക്ഷം രൂപ വരുന്ന ഗാർഹിക ഉപകരണങ്ങൾ 50,000 രൂപയ്ക്ക് നൽകാമെന്നും വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. തിരുവനന്തപുരം സ്വദേശിയാണ് പരാതിക്കാരൻ. പണം അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തെങ്കിലും പിന്നീട് ആ ആളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. സുപ്രീം കോടതിയുടെ 51ാം ചീഫ് ജസ്റ്റിസായ സഞ്ജീവ് ഖന്ന ഇന്ന് പടിയിറങ്ങുകയാണ്. ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ പിൻഗാമിയായി കഴിഞ്ഞ നവംബർ 11 ചുമതലയേറ്റ ജസ്റ്റിസ് ഖന്ന തന്റെ 6 മാസത്തെ കാലയളവിൽ പ്രധാനപ്പെട്ട ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്തിരുന്നു. അടുത്ത ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് BR ഗവായ് നാളെ ചുമതലയേൽക്കും. ആരാധനാ സ്ഥല നിയമം, വഖഫ് ഭേദഗതി നിയമം തുടങ്ങിയ പ്രധാനപ്പെട്ട ഹർജികൾ ജസ്റ്റിസ് ഖന്നയുടെ ബെഞ്ചാണ് പരിഗണിച്ചത്. KPCC അധ്യക്ഷനായി ചുമതലയേറ്റ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള പുതിയ KPCC ഭാരവാഹികൾ കോൺഗ്രസ് നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഇന്ന് ഡൽഹിയിലെത്തുകയാണ്. UDF കൺവീനർ അടൂർ പ്രകാശും 3 വർക്കിംഗ് പ്രസിഡന്റുമാരും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പുതിയ KPCC ഭാരവാഹികൾ പങ്കുവയ്ക്കും. അതേസമയം മുൻ KPCC അധ്യക്ഷനും കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവുമായ K. സുധാകരൻ ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കില്ലെന്നാണ് സൂചന. ആലപ്പുഴ എടത്വായിൽ 1 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശി പിടിയിൽ. വെസ്റ്റ് ബംഗാൾ കുച്ച് ബിഹാർ സ്വദേശി ഹേമന്ത് ബർമാനാണ് പിടിയിലായത്. തായങ്കരി ബോട്ട് ജെട്ടിക്ക് സമീപത്തു നിന്നാണ് ഇയാൾ പിടിയിലായത്. ഗ്രാമീണ മേഖലയിൽ വിതരണം ചെയ്യാൻ എത്തിച്ചതായിരുന്നു കഞ്ചാവ്. കൊല്ലം ചിതറയിൽ 14 വയസ്സുള്ള കുട്ടിയെ കാണാനില്ലെന്ന് പരാതി. വളവ് പച്ച സ്വദേശി അഭയിനെയാണ് കാണാതായത്. ട്യൂഷന് വേണ്ടി വീട്ടിൽ നിന്ന് പോയതാണ് കുട്ടി. CCTV ദൃശ്യങ്ങൾ കുട്ടിയുടെ പുറത്തു വന്നിട്ടുണ്ട്. വിനീഷ് വിവരങ്ങളുമായി. വിനീഷ്, ഈ ദൃശ്യങ്ങളിൽ കുട്ടിയുടെ ഷോൾഡർ ബാഗിന് പുറമെ കയ്യിലൊരു ബാഗ് കൂടി കാണുന്നുണ്ട്. എപ്പോഴാണ് ഈ കുട്ടിയെ കാണാതായത്? എന്താണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ? ശ്രീജ, കഴിഞ്ഞ ദിവസം രാവിലെയാണ് കുട്ടി വീട് വിട്ടിറങ്ങുന്നത്. 14 വയസ്സുള്ള അഭയാണ്. കൊല്ലം ചിതറ സ്വദേശിയാണ്. കുട്ടി ട്യൂഷൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ട്യൂഷന് പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. ട്യൂഷന് പോയിട്ടും തിരികെ എത്താത്തൊരു സാഹചര്യം ഉണ്ടായി. വൈകുന്നേരമായപ്പോൾ കുട്ടിയെ കാണാതെ ഇവർ തിരക്കിയത്. അപ്പോൾ ട്യൂഷന് എത്തിയിട്ടില്ല എന്ന വിവരം ലഭിച്ചു. തുടർന്ന് ചിതറ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് എത്തി അന്വേഷിച്ചപ്പോഴാണ് ഈ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായത്. ഇത് ഇവരുടെ വീടിന് സമീപത്ത് തന്നെയുള്ള ഒരു ദൃശ്യമാണ്. റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭ്യമായിരിക്കുന്നത്. കയ്യിൽ ശ്രീയെ സൂചിപ്പിച്ചതുപോലെ തന്നെ കയ്യിൽ ഒരു ഭാഗം കാണാം. സ്കൂൾ ബാഗിന് ഉപരി മറ്റൊരു ഭാഗം കൂടി ഉണ്ട്. അപ്പോൾ ചില സംശയങ്ങൾ പോലീസിനും വീട്ടുകാർക്കും ഉണ്ടായി. കാരണം വീട് വിട്ട് ദീർഘദൂരം യാത്രയ്ക്ക് മറ്റോ പോയതാണോ എന്ന് ചില സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പാരിപ്പള്ളി മടത്തറ റോഡാണിത്. ബസ് കാത്ത് നിൽക്കുന്ന ഒരു ഭാഗത്തേക്കാണ് നടന്നു നീങ്ങുന്നത്. ബസ് സ്റ്റോപ്പിന്റെ അടുത്തേക്കാണ് നടന്നു നീങ്ങുന്നത്. തുടർന്നുള്ള ദൃശ്യങ്ങളെല്ലാം പോലീസ് ശേഖരിക്കുന്നുണ്ട്. എന്തായാലും ഇതുവരെയും അഭി തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടില്ല. മറ്റ് പോലീസ് സ്റ്റേഷനുകളിലേക്കെല്ലാം അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. കുട്ടിയെ കണ്ടുകിട്ടുകയാണെങ്കിൽ ഉടനെ അറിയിക്കണം എന്നുള്ളൊരു അറിയിപ്പെല്ലാം എല്ലാവരിലേക്കും സോഷ്യൽ മീഡിയയിലടക്കം നാട്ടുകാരടക്കം പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തായാലും പെട്ടെന്ന് തന്നെ അഭയം മടങ്ങിയെത്തുന്നുള്ള വലിയൊരു പ്രതീക്ഷയിലാണ് നാട്ടുകാരും വീട്ടുകാരും. ശരി, അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 14 വയസ്സുള്ള കുട്ടിയാണ്.
എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കാം. എവിടെയായാലും വളരെ പെട്ടെന്ന് തിരിച്ചെത്തുക. കാരണം കയ്യിലൊരു ബാഗൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു യാത്ര പോകുന്നു എന്ന മട്ടാണ് കയ്യിലെ ബാഗൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തും എന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി വിനീഷിനോട് ചോദിക്കാം. അത് കൊല്ലം മലയമൺ കരുകോണിൽ തെരുവ് നായ ശല്യം രൂക്ഷമാവുന്നതിന്റെ റിപ്പോർട്ടുകളാണ്. ഇന്നലെ 11 പേർക്കാണ് ഇവിടെ പരിക്കേറ്റത്. ഇതിലൊരു കുട്ടിയുമുണ്ട്. പരിക്കേറ്റവർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കടക്കൽ താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടി. വിനീഷ് കൊട്ടാരക്കര ഒരിക്കൽ കൂടി. വിനീഷ്, വലിയ ആശങ്കയാണ് ഇപ്പോൾ തെരുവ് നായകളുടെ പെരുകുന്നതും അല്ലെങ്കിൽ അവരുടെ കടിയേൽക്കുന്നതുമൊക്കെ. റാബീസ് വാക്സിൻ എടുക്കുമ്പോൾ പോലും, ആന്റി റാബീസ് വാക്സിൻ എടുക്കുമ്പോൾ പോലും മരണം സംഭവിക്കുന്ന തരത്തിലൊക്കെ റിപ്പോർട്ടുകൾ വരുമ്പോൾ ആളുകൾക്കും പേടി കൂടുതലായിരിക്കും. അവിടുത്തെ ഒരു സ്ഥിതി എന്താണ്? തീർച്ചയായും ശ്രീജ, നമുക്കിപ്പോൾ ഈ വാക്സിനുകൾ ലഭ്യമാണ്, എല്ലാ ആശുപത്രികളിലും ലഭ്യമാണെങ്കിൽ പോലും ഈ തെരുവുനായയുടെ ശല്യം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കൊല്ലം ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിലാണ് തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുന്നത്. നമുക്കറിയാം, കുന്നിക്കോട് 7 വയസ്സുകാരിയായ നിയ ഫൈസലിന്റെ ഒരു വേർപാട് വലിയ ദുഃഖമായിരുന്നു. നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം വലിയ രീതിയിൽ ദുഃഖത്തിലാക്കിയ ഒരു സാഹചര്യമായിരുന്നു. വലിയ ജാഗ്രതാ നിർദ്ദേശവുമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. പക്ഷേ അതുപോലെ തന്നെ ഈ പൂയപ്പള്ളി മൈലോട് പ്രദേശങ്ങളിൽ ഇപ്പോൾ സമാനമായ രീതിയിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വീട്ടുമുറ്റത്ത് നിന്ന് ഒരു വയോധികയും അതുപോലെ തന്നെ കാൽനട യാത്രക്കാരനെ എല്ലാം പട്ടി കടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് തുടർന്ന് തൊട്ടടുത്ത ദിവസവും അതുപോലെയുള്ള സംഭവം ഉണ്ടാകുന്നു. 9 വയസ്സുകാരൻ ഉൾപ്പെടെയുള്ള 11 പേർക്ക് തെരുവുനായയുടെ ശല്യം ഏൽക്കുന്നു. അങ്ങനെ അവർ തോട്ടാട് താലൂക്ക് ആശുപത്രിയിലും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രിയിലുമായിട്ടെല്ലാം ചികിത്സ തേടുന്ന വലിയ ഒരു സംഭവത്തിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ ഈ കൊല്ലം കൊട്ടാരക്കര കോട്ടാത്തലയിൽ വീട്ടുമുറ്റത്ത് നിന്ന് 7 ദിവസം പ്രായമുള്ള കുട്ടിയടക്കം ഈ തെരുവുനായയുടെ ആക്രമണം ഉണ്ടാകുന്നത്. കുട്ടിയെ കയ്യിൽ വെച്ച് വരുന്ന സമയത്താണ് തെരുവുനായ ആക്രമിക്കാൻ എത്തിയെന്നൊക്കെയാണ് അറിയുന്നത്. അങ്ങനെ ഇവർ ഭയന്നു ഓടുന്നപ്പോൾ വീഴുകയൊക്കെ ചെയ്തു. അങ്ങനെ അവർക്ക് പരിക്കേറ്റു, കുട്ടിക്കും പരിക്കേറ്റു. അങ്ങനെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ നമുക്ക് അവസാനമായി പുറത്തു വന്ന വിവരം കൊല്ലം മലയമണിലാണ്. ആലയമണിൽ തെരുവുനായ ശല്യം ഉണ്ടാകുന്നു. നടു റോഡിൽ തെരുവുനായകൾ ആൾക്കാരെ ആക്രമിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ അടക്കം പുറത്തു വരുന്നുണ്ട്. അതുപോലെ മദ്രസയിൽ പോകുന്ന കുട്ടികൾക്ക് പരിക്കേൽക്കുന്നു. അങ്ങനെ എന്തായാലും വലിയ രീതിയിലുള്ള ഭീകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. ഒരു മരണവും റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഭീതിപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. ശ്രീജ, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. നിപ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന യുവതിയുമായി സമ്പർക്കം പുലർത്തിയവരുടെ പട്ടികയിലുള്ള 42 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തുവന്നത്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മലപ്പുറം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കലിന്റെ അധ്യക്ഷതയിൽ വളാഞ്ചേരി PHCയിൽ യോഗം ചേർന്നു. നിപ്പ വൈറസ് ബാധിത പ്രദേശത്തെ രോഗവ്യാപന സാധ്യത കണ്ടെത്തുന്നതിനായി ആരോഗ്യവകുപ്പ് വളാഞ്ചേരി നഗരസഭയിലെ 1, 2, 3, 4, 33 വാർഡുകൾ കേന്ദ്രീകരിച്ച പരിശോധന ഊർജിതമാക്കിയിരുന്നു. രോഗത്തിന്റെ പ്രഭവ കേന്ദ്രം കണ്ടെത്തുകയും ഗൃഹ കേന്ദ്രീകരണ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഫീവർ സർവൈലൻസിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ 2087 പരിശീലനം സിദ്ധിച്ച ആരോഗ്യ പ്രവർത്തകർ സന്ദർശിച്ചിരുന്നു. 6000-ലധികം വീടുകൾ സന്ദർശിച്ചതിൽ 42 പേർക്ക് പനിയുള്ളതായി സ്ഥിരീകരിച്ചു. 87% ഹൌസ് വിസിറ്റ് പൂർത്തിയാക്കുകയും ചെയ്തു. നിരോധിത മേഖലയിൽ പാലിക്കേണ്ട പൊതുജനാരോഗ്യ മര്യാദകളെക്കുറിച്ചും മറ്റു നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചും മൈക്ക് പ്രചാരണവും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തുകയുണ്ടായി. നിപ്പയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഭയാനകരമായ സ്ഥിതിവിശേഷം ഇപ്പോൾ ഇല്ലെന്നും യോഗത്തിൽ ചെയർമാൻ പറഞ്ഞു. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ മലപ്പുറത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. നിപ പൂർണ്ണമായും ഇല്ലാതാകുന്നതുവരെ നഗരസഭയുടെ ഭാഗത്തുനിന്നും ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും നിരീക്ഷണങ്ങൾ ഉണ്ടാകും. നിങ്ങളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ആ ഡാറ്റ വെച്ച് നമുക്ക് ഇവിടുത്തെ സ്റ്റാറ്റസ് എന്നതാണെന്ന് പ്രസന്റ് ചെയ്യുന്നതിന് നമുക്ക് കൃത്യമായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഈ കേസ് എവിടുന്ന് എപ്പോൾ വന്നു, എങ്ങനെ വന്നു എന്നുള്ള കാര്യവും അതിന്റെ അനാലിസിസ് ഒക്കെ നമ്മൾ ഇനിയും നടത്തിക്കൊണ്ടിരിക്കേണ്ടതാണ്. ഈ മാസം 8-നായിരുന്നു മലപ്പുറം വളാഞ്ചേരി നഗരസഭയിലെ 2ാം വാർഡ് സ്വദേശിനിയായ 42 വയസ്സുകാരിക്ക് നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ആരോഗ്യവകുപ്പിന്റെ കണക്കനുസരിച്ച് ചികിത്സയിലുള്ള രോഗി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. രോഗിയെ കൂടാതെ 10 പേർ ചികിത്സയിലുണ്ട്. ഈ വർഷം ആദ്യമായി കേരളത്തിൽ നിപ സ്ഥിരീകരിച്ച കേസായിരുന്നു മലപ്പുറം വളാഞ്ചേരിയിലേത്. ന്യൂസ് 18 വളാഞ്ചേരി. നെഹ്റു ട്രോഫി ജലമേള പരമ്പരാഗതമായി നടത്തിവരുന്ന തീയതിയിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് നെഹ്റു ട്രോഫി ബോട്ട് റേസ് കമ്മിറ്റി ടൂറിസം വകുപ്പിന് റിപ്പോർട്ട് നൽകി.
ഓഗസ്റ്റ് മാസം 2-ാം ശനിയാഴ്ചയാണ് സ്ഥിരമായി ജലമേള നടത്തി വന്നിരുന്നത്. ഇത് മാറ്റി ഓഗസ്റ്റ് 30 സ്ഥിരം തീയതിയായി പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യം. തുടർച്ചയായി പ്രകൃതി ദുരന്തങ്ങളെ തുടർന്ന് മേള മാറ്റിവെക്കുകയും ക്ലബ്ബുകൾക്ക് അതിന്റെ പുറത്തുള്ള നഷ്ടപരിഹാരം കൃത്യമായി ലഭിക്കാതെ വരികയും ചെയ്തതോടെയാണ് ഇങ്ങനെയൊരു ആവശ്യവുമായി NTBR സർക്കാരിനെ സമീപിച്ചത്. കഴിഞ്ഞ ദിവസം ചേർന്ന NTBR സൊസൈറ്റിയുടെ യോഗത്തിലാണ് തീയതി മാറ്റുന്നതിനെ സംബന്ധിച്ച് സർക്കാരിനെ അറിയിക്കാനായി അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത്. നിപ്പയും പ്രളയവും കോവിഡും മറികടന്ന ജലമേള തുടർച്ചയായ പ്രകൃതി ദുരന്തങ്ങൾ കൂടി എത്തിയതോടെ നിരന്തരം മാറ്റിവെക്കപ്പെടേണ്ട സാഹചര്യമുണ്ടായി. ലക്ഷങ്ങൾ ചിലവഴിച്ച് പവലിയനുകൾ ഉൾപ്പെടെ നിർമ്മിക്കുമെങ്കിലും പലപ്പോഴും ക്ലബ്ബുകളെ പോലും കണ്ണീരിലാഴ്ത്തി പ്രകൃതി പ്രതികൂല കാലാവസ്ഥ കൊണ്ട് ജലമേളയെ വെല്ലുവിളിച്ചു. സംഘാടക സമിതിക്കും ക്ലബ്ബുകൾക്കും തുടർച്ചയായി നഷ്ടം വന്നതോടെയാണ് ജലമേളയുടെ തീയതി മാറ്റമെന്ന ആവശ്യം ശക്തി പ്രാപിക്കുന്നത്. ഓഗസ്റ്റ് 2-ാം ശനിയാഴ്ച ആകുമ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ ആലപ്പുഴയുടെ പ്രശ്നമല്ല, കോഴിക്കോടോ അല്ലെങ്കിൽ വയനാടോ ഏതെങ്കിലും പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടും അല്ലെങ്കിൽ ഇടുക്കി ഭാഗത്തിൽ ഉരുൾപൊട്ടം നടക്കുമ്പോൾ അവരുടെ ആ ദുഃഖത്തിന് നമ്മൾ പങ്കുചേരുന്നു. അതനുസരിച്ച് നമ്മുടെ ക്ലബിൻ്റെയും വള്ളങ്ങളിൽ മാറ്റിവെക്കേണ്ടി വരുന്നു. അങ്ങനെ മാറ്റിവെക്കുമ്പോൾ ക്ലബ്ബുകൾക്ക് 40-50 ലക്ഷം രൂപയോളം അധിക ചിലവായിട്ട് വരുന്നു. അത് വളരെ ബുദ്ധിമുട്ടായിട്ട് ക്ലബ്ബിന് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനം എടുത്തത്. എൻ്റെ ആഗ്രഹവും നമ്മുടെയൊക്കെ എല്ലാവരുടെയും ആഗ്രഹം ഓഗസ്റ്റ് 2-ാം ശനി നടത്തണമെന്നാണ് ആഗ്രഹം. പക്ഷേ ക്ലബിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ 30-ാം തീയതിയിലേക്ക് മാറ്റിവെക്കാൻ കാരണം. വള്ളംകളിയുമായി ബന്ധപ്പെട്ട് ആഗസ്റ്റ് മാസത്തിലെ 2-ാം ശനിയാഴ്ച എന്നത് ലോക ടൂറിസം ഭൂപടത്തിൽ തന്നെ അടയാളപ്പെടുത്തിയിരിക്കുന്ന തീയതികളിലൊന്നാണ്. തീയതി മാറ്റത്തെ സംബന്ധിച്ച് കൃത്യമായൊരു പ്രചാരണം ടൂറിസം വകുപ്പ് മുൻകൈയെടുത്ത് നടത്തിയില്ലെങ്കിൽ സഞ്ചാരികളുടെ വരവിനെ ദോഷകരമായി ബാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ടൂറിസം വകുപ്പിന്റെ ഫേസ്ബുക്ക് പേജിൽ പോലും ജലമേളയെ സംബന്ധിച്ച പ്രചാരണ പോസ്റ്റുകൾ ഇല്ലാതിരുന്നത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഈ അനുവദിച്ച ഓഗസ്റ്റ് 2-ാം തീയതി ഓഗസ്റ്റ് മാസത്തിൽ ആദ്യത്തെ ശനിയാഴ്ച അദ്ദേഹം പ്രഖ്യാപിച്ചിട്ട് 8 മാസം കഴിഞ്ഞിട്ടാണ് ഈ 1 കോടി രൂപ നമുക്ക് കിട്ടുന്നത്. ഒന്ന് ആലോചിക്കണം. അതേസമയം അതേ ടൂറിസം മന്ത്രി പിണറായി ഫെസ്റ്റിന് 2 കോടി അനുവദിച്ചു. അതുപോലെ തന്നെ ബേപ്പൂർ ഫംഗ്ഷന് 2 കോടി അനുവദിച്ചു. പക്ഷേ ഈ 70 വർഷം നടക്കുന്ന വള്ളംകളി, അതായത് ഏതാണ്ട് 70-66 ചുണ്ടൻ വള്ളങ്ങളും മത്സരം നടക്കുന്ന സ്ഥലത്ത് 1 കോടി അനുവദിക്കുന്നത്. ഏതാണ്ട് കൊതുമ്പ് വള്ളം പോലുള്ള ചെറിയ വള്ളത്തിന് മത്സരമാണ് ബേപ്പൂറും അതുപോലെ തന്നെ പിണറായി ഫെസ്റ്റ് നടത്തുന്നത്. അതിന് തരുന്ന 2 കോടി 3 കോടി 4 കോടിയൊക്കെ പണം മുടക്കുവാണ്. ലക്ഷങ്ങൾ മുടക്കി പരിശീലനത്തിലിറങ്ങുന്ന ക്ലബ്ബുകൾക്ക് മേള മാറ്റിവെക്കലിലൂടെ വലിയ നഷ്ടമുണ്ടായിട്ടും സർക്കാർ ധനസഹായം പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയതോടെയാണ് ഗതികെട്ട് ഓണത്തിന്റെ വരവറിയിച്ച് നടത്തിപ്പോന്നിരുന്ന ജലമേള 30ലേക്ക് മാറ്റണമെന്ന് NTBR അഭ്യർത്ഥിക്കുന്നത്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. മലയാറ്റൂർ ഇല്ലിത്തോട്ടിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. പ്രദേശവാസിയായ ശശിയുടെ വീടിന് നേരെയാണ് ആക്രമണം. വീട് തകർന്നു. ഭിത്തി ദേഹത്ത് വീണ് ശശിയുടെ ഭാര്യ വിജിക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. നാട്ടുകാരും വനം വകുപ്പും ആനക്കൂട്ടത്തെ വനത്തിലേക്ക് തുരത്തി. മരത്തിന്റെ വീട്ടിലായിരുന്നു നിന്നത്. ആ മരത്തിന്റെ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് നടന്ന് പോവുകയല്ലേ. അവിടെ ഒരു ഗുണ്ട് പൊട്ടിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഇതിനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഞാൻ പൊക്കോടാന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അവിടെ ഗുണ്ട് പൊട്ടിച്ചപ്പോ ഏതാണ് എന്താണെന്ന് അറിയില്ല. ഇത് വാല് ചുരുട്ടി പിടിക്കണുണ്ട്. ഇതേ അവിടെ വെച്ച് ഞങ്ങൾ വാഴ കിടക്കണേ. ഞങ്ങൾ ഇതിന് ഓടി അത് ഇത് വികലാംഗയാണ്. അപ്പൊ ഇതിന് ഓടിച്ച് അകത്ത് കയറ്റി ഞാൻ അകത്ത് കയറുന്നതും 10 സെക്കൻഡ് കൊണ്ട് വന്നിട്ട് ഒരു അലർച്ച ഒരു വിളിയും കഴിഞ്ഞിട്ട് ഇതൊന്ന് തള്ളി കഴിഞ്ഞിട്ട് ഒന്നോടെ അങ്ങോട്ട് തള്ളി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ കത്ല വന്ന് എൻ്റെ കാലയിലേക്ക് വീണു. അത് ഞാനിങ്ങനെ തള്ളി പിടിച്ചിട്ട് ഇതിനെ മാറ്റി. ആ മരം വന്ന് ഇവിടെ ഇതിപ്പോ നീർക്കെട്ടാണിത്. അത് ഇനിയിപ്പോ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ രാത്രി ഇത് സമ്മതിക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ പശുവിൻ്റെ ജീവനാണ് ഇതിന്. അപ്പോൾ അത് കാരണം രാത്രി തന്നെ പോരാന്നും പറഞ്ഞ് പോകുന്നതാണ്. ഇവിടെ നിന്ന് രാത്രി 11 ഒരു കൂട്ടം ആന വരികയും ഒരു ആന തിരിഞ്ഞു വന്ന് ഈ ഭവനം ആക്രമിക്കുകയാണ് ചെയ്തത്. ഇവർ വികലാംഗിയായ ഒരു സ്ത്രീയും ഒപ്പം തന്നെ ഭർത്താവും ഉള്ളത്. ഇവർ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടാണ്. ആനയുടെ വലിയ ആക്രമണമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഫെൻസിങ്ങുടെയും ചുറ്റുമുടുകളൊക്കെ ഉണ്ട്. ജനവാസ മേഖലയാണ്. ഇവിടെ രാത്രി ആനയുടെ ശക്തമായ ആക്രമണം ഉണ്ടായിട്ടുണ്ട്.
ഇതിനെതിരെ ഫെൻസിങ് ഇടുക എന്നുൾപ്പെടെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ആ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്കറിയാം ഭാഗ്യവശാൽ ജീവൻ രക്ഷപ്പെട്ടു എന്നേ ഉള്ളൂ. അതും അവർ ബുദ്ധിമുട്ടുള്ള ആ സ്ത്രീയാണ്, അവർക്ക് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇത് സ്ഥിരം ആന ഇറങ്ങുന്ന ഒരു പ്രദേശമാണോ? ശ്രീജ, ഇത് സ്ഥിരം ആന ഇറങ്ങുന്ന ഒരു പ്രദേശം തന്നെയാണ്. നേരത്തെയും തന്നെ ഇവിടെ കുട്ടിയാനകളെ കിണറ്റിൽ വീണിട്ടുള്ള സംഭവങ്ങൾ പലതവണയായിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ളതാണ്. സ്ഥിരം ആനക്കൂട്ടം എത്തുന്ന സ്ഥലമാണ്. പലതവണ ഇവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതങ്ങനെ രൂക്ഷമായ രീതിയിലുള്ള വിഷയങ്ങൾ, ഈ വന്യജീവികളുടെ വിഷയങ്ങൾ നേരിടുന്നു. പ്രത്യേകിച്ച് ഈ ആനക്കൂട്ടം ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. ഈ മലയാറ്റൂർ ഇല്ലിത്തോടെന്നെല്ലാം പറയുന്ന ഭാഗങ്ങളെല്ലാം തന്നെ അതിന്റെ ഒരു ആ പ്രദേശങ്ങളിലെല്ലാം പലപ്പോഴുമായിട്ട് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടായ ഒരു സ്ഥലം തന്നെയാണ്. അതിലെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഇന്നലെ രാത്രി ഉണ്ടായിരിക്കുന്നത്. രാത്രി 11 മണിയോടുകൂടിയാണ് ഇത് സംഭവിക്കുന്നത്. ആനക്കൂട്ടം വീട് തകർക്കുകയായിരുന്നു. വീടിന്റെ ഭിത്തി ദേഹത്ത് വീണാണ് ശശിയുടെ ഭാര്യ വിജിക്ക് പരിക്കേറ്റിരിക്കുന്നത്. അവർ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്. പിന്നീട് പോലീസും വനം വകുപ്പും എല്ലാവരും ചേർന്നാണ്, ഈ പ്രദേശവാസികളും എല്ലാം ചേർന്നാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. നാട്ടുകാരും വനം വകുപ്പും ചേർന്ന് ആനക്കൂട്ടത്തെ വനത്തിലേക്കെല്ലാം തന്നെ കയറ്റിവിടുകയും എല്ലാം ചെയ്തു. താൽക്കാലികമായി ഒരു പ്രതിസന്ധി ഒഴിഞ്ഞുവെന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്ഥിരം ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ്. പലതവണ ഇത് പരാതികൾ പറഞ്ഞിട്ടുള്ളതാണ്. പലപ്പോഴും ഈ കിണറ്റിൽ ആന വീഴുന്നത് പതിവാകും. നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ പ്രദേശത്ത്. പിന്നീട് വനം വകുപ്പ് അത് കിണറിടിച്ച് പിന്നെ ആനയെ കയറ്റിവിടുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇലക്ട്രിക് ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങൾ വേണം എന്ന് നിരവധിയായി തവണയായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ കാട്ടാന ശല്യം മൂലം പലതവണ ഇവിടെ വഴിതടയൽ സമരം അടക്കമുള്ള കാര്യങ്ങൾ നടത്തി ആ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാമെന്ന് പറയുന്നതല്ലാതെ മറ്റൊരു ഉറപ്പിലേക്കും പോയിട്ടില്ല. അങ്ങനെ ഒരു ചെയ്തു കൊടുക്കുന്ന രീതിയിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. സമരമല്ലാതെ മറ്റു വഴികളില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ നാട്ടുകാർ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതായാലും ഈ സംഭവം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് ഇവിടെ കാരണമാക്കിയിട്ടുണ്ട്. ശ്രീജ, ശരി. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഇടുക്കി തോപ്രാംകുടിയിൽ യുവാവിന് മർദ്ദനം. തോപ്രാംകുടി സ്വദേശി വിജീഷിനാണ് മർദ്ദനമേറ്റത്. ഉത്സവത്തിനിടെയുണ്ടായ വാക്തർക്കമാണ് മർദ്ദനത്തിന് കാരണം. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. വിവരങ്ങളുമായി VK സ്റ്റാലിൻ. സ്റ്റാലിൻ, എന്തായിരുന്നു ഇങ്ങനൊരു സംഘർഷത്തിനൊക്കെ പ്രകോപനമുണ്ടായത്? മർദ്ദനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതൊക്കെ എങ്ങനെയാണ്? ശ്രീജ, കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായത്. അതായത് തോപ്രാംകുടി മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു. ഉത്സവത്തിനിടെ ഗാനമേള ആയിരുന്നു പ്രധാന പരിപാടി. ഗാനമേളക്കിടെ ഗ്രൗണ്ടിൽ നടക്കുന്ന പ്രദേശത്ത് ഒരു ചെറിയ സംഘർഷം ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി. അത് 1-2 വ്യക്തികൾ മാത്രമായിരുന്നു അതിനകത്ത് ഉൾപ്പെട്ടിരുന്നത്. അവിടെ നിന്നും പോലീസ് ഇടപെട്ട് അപ്പോൾ തന്നെ ഈ ആളുകളെ അവിടുന്ന് മാറ്റിയിരുന്നു. അതിനുശേഷം ഇതിൽപ്പെട്ട 1-2 ആളുകൾ ടൗണിൽ വെച്ച് ഈ ഗാനമേളയ്ക്ക് ശേഷം ടൗണിലെത്തിയ തോപ്രാംകുടി കുഴിക്കാട്ട് ജിജേഷ് എന്ന് പറയുന്ന യുവാവ് അദ്ദേഹത്തിന്റെ വാഹനം എടുക്കുന്നതിന് വേണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വാഹനം എടുക്കുന്നതിന് വേണ്ടി എത്തിയപ്പോൾ അവിടെ 8 അംഗ സംഘം അയാളെ വളയുകയായിരുന്നു. വളഞ്ഞ് ആക്രമിച്ചു. അതേസമയം ഈ ഉന്തും തള്ളും ഉണ്ടായ സ്ഥലത്ത് ഉത്സവപ്പറമ്പിൽ ഉണ്ടായിരുന്ന ആളുകളും അതോടൊപ്പം തന്നെ ആ സമയത്ത് ഒപ്പം കൂടിയ ചില ആൾക്കാരും ആണെന്നാണ് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 8 അംഗ സംഘം വളഞ്ഞിട്ട് ഈ യുവാവിനെ ആക്രമിച്ചു. അയാൾക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോൾ എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും പോലീസ് ഇന്നലെ തന്നെ കാര്യക്ഷമമായി ഇടപെട്ടു. ഇന്നലെ രാത്രി തന്നെ എറണാകുളത്തെത്തി ഈ 8 പേരെയും കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ മുരിക്കാശ്ശേരി സ്റ്റേഷനിൽ ഇന്ന് പുലർച്ചെ എത്തിച്ചിരിക്കുകയാണ്. എന്തായാലും ഇന്ന് ഇവരെ ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം ഈ 8 അംഗത്തെയും ഈ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്താൻ സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും പരിക്കേറ്റ യുവാവ് ജിജേഷ് എന്ന് പറയുന്ന ആൾക്ക് തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഗുരുതരാവസ്ഥയുണ്ട്. അദ്ദേഹം എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഉച്ചയ്ക്ക് ശേഷം തെളിവെടുപ്പിന് ശേഷമായിരിക്കും നമുക്ക് ബാക്കി മറ്റ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുക. ശ്രീജേഷ്, ശരി. VK സ്റ്റാലിനാണ് വിവരങ്ങൾ നൽകിയത്.
ദേശീയപാത 66 നിർമ്മാണത്തിനിടെ കാസർഗോഡ് ചെറുവത്തൂർ മട്ടലായിയിൽ കുന്നിടിഞ്ഞ സംഭവത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ അന്വേഷണം ആരംഭിച്ചു. അപകടസ്ഥലം ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ, ജില്ലാ പോലീസ് മേധാവി വിജയഭാരത് റെഡ്ഡി എന്നിവർ സന്ദർശിച്ച് പരിശോധന നടത്തി. കുന്നിടിഞ്ഞ ഒരാൾ മരിക്കുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ ചെറിയ മഴയും മണ്ണിടിയാൻ കാരണമായെന്നാണ് പ്രാഥമിക നിഗമനം. ഇതോടെ ദേശീയപാത നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ചെറുവത്തൂരിലെ വിവിധ പ്രദേശങ്ങളിൽ ആശങ്ക വർദ്ധിക്കുകയാണ്. ദേശീയപാതയോട് വലിയ ഉയരത്തിൽ കുത്തനെയാണ് കുന്നിടിച്ചിരിക്കുന്നത്. ഇതിന് തൊട്ട് താഴത്തുകൂടിയാണ് സർവീസ് റോഡ് കടന്നു പോകേണ്ടത്. ഇത് വലിയ വിപത്തിന് കാരണമാകുമെന്ന് ജനപ്രതിനിധികളും നാട്ടുകാരും ചൂണ്ടിക്കാട്ടി. ഈ ലൈൻ അവിടെ കിടക്കും. അപ്പോൾ ഇത് സുരക്ഷിതമല്ല. ഇത് തീർച്ചയായും സർവീസ് റോഡ് സുരക്ഷിതങ്ങളൊക്കെ സൂചിപ്പിച്ചതാണ്. അങ്ങനെ സുരക്ഷിത, അതുകൊണ്ട് ആവശ്യമായ മണൽ നീക്കം ചെയ്ത് ആവശ്യമായ സ്ഥലം എക്വയർ ചെയ്തിട്ട് മാത്രമേ ഇവിടെ സർവീസ് റോഡാക്കാൻ പാടുള്ളൂ. കാലവർഷത്തിൽ ഇവിടെ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന് പ്രദേശങ്ങളിൽ വിദഗ്ധ പരിശോധന നടത്തി അടിയന്തരമായ റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോട് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. അപകടം നടന്ന സ്ഥലത്ത് പാർശ്വ റോഡ് നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കാനും കളക്ടർ നിർദ്ദേശിച്ചു. കുന്നിൻ മുകളിലെ ഹൈടെൻഷൻ വൈദ്യുതി ലൈൻ മാറ്റിസ്ഥാപിക്കാനും കളക്ടർ ആവശ്യപ്പെട്ടു. അതേസമയം ആവശ്യമായ സ്ഥലം ലഭ്യമല്ലാത്തതിനാലാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് നിർമ്മാണ കരാർ കമ്പനി ഉദ്യോഗസ്ഥർ പറയുന്നത്. ദേശീയപാത വികസനത്തിനായി 60 മീറ്റർ വീതിയിൽ സ്ഥലം ആവശ്യമുള്ളപ്പോൾ 45 മീറ്ററാണ് കേരളത്തിൽ ലഭിച്ചിട്ടുള്ളതെന്നും കരാർ കമ്പനി പറയുന്നു. ന്യൂസ് 18 ചെറുവത്തൂർ. അനധികൃത ചെങ്കൽ ഖനനം തടഞ്ഞതിന് CPM പ്രാദേശിക നേതൃത്വം പോലീസിനെ തുടർച്ചയായി ഭീഷണിപ്പെടുത്തുന്നുവെന്ന് പരാതി. എറണാകുളം പിറവം മണീട് പഞ്ചായത്തിലെ ഏഴക്കര നാട്ടിലാണ് സംഭവം. അനുമതിയില്ലാത്ത ഖനനം തടഞ്ഞതിന് CPM കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി രാമമംഗലം CIയോട് ഭീഷണി സ്വരത്തിൽ സംസാരിക്കുന്ന ഫോൺ സംഭാഷണവും ന്യൂസ് 18 ലഭിച്ചു. ജിയോളജി വകുപ്പിന്റെ അനുമതിയില്ലാതെയാണ് നാളുകളായി പിറവം മണീട് പഞ്ചായത്തിലെ ഏഴക്കർനാട്ടിൽ ചെങ്കല് ഖനനം നടന്നിരുന്നത്. ഏഴക്കർനാട് പള്ളിക്ക് സമീപം അമ്പലം തകിടി ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള 4 ഏക്കറോളം വരുന്ന സ്ഥലത്തായിരുന്നു ഖനനം. രഹസ്യവിവരത്തെ തുടർന്നാണ് രാമമംഗലം CIയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തിയത്. കല്ല് വെട്ടിക്കൊണ്ടുന്ന സമയത്താണ് ഞങ്ങൾ അവിടെ പോയി കണ്ടതും ഒരു JCBയും പിന്നെ 2 വണ്ടി. ഒന്ന് ഈ വെട്ടിയ കല്ല്, വെട്ടിയ ഈ മൺകല്ല് കയറ്റി വച്ചിരിക്കുന്ന ഒരു വണ്ടി, പിന്നെ അല്ലാതെ ഒരു മണ്ണ് വണ്ടി, പിന്നെ 5 ട്രില്ലറുകൾ, ഇത് വെട്ടാൻ ഉപയോഗിച്ച 5 ട്രില്ലറുകൾ, ഇത്രയാണ് നമ്മൾ പിടിച്ചെടുത്ത് അത് കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. എന്നാൽ ചെങ്കല് ഖനനത്തിനെതിരെ നടപടിയെടുത്ത CIയെ CPM ഏരിയ സെക്രട്ടറി നിരന്തരം ഭീഷണിപ്പെടുത്തുന്നെന്നാണ് പരാതി. CPM കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി PB രതീഷിന്റെ ഫോൺ സംഭാഷണം ന്യൂസ് 18 ലഭിച്ചു. നമസ്കാരം, PB രതീഷാണ്. ഓ പറഞ്ഞോ. ഇവിടെ ഒന്ന് താനെന്തോ അനാവശ്യം പറഞ്ഞു എന്നെ പറ്റി. ആര് പറഞ്ഞു? ഏഴക്കനാട് വന്ന്. ഏഴക്കനാട് എന്തോ അനാവശ്യം എന്നെ പറ്റി പറഞ്ഞു ഞാൻ ഇങ്ങനെ കേട്ടു. നിങ്ങളെ കുറിച്ച് ഞാൻ അനാവശ്യം പറഞ്ഞില്ല. നിങ്ങളെ കുറിച്ച് എനിക്ക് അനാവശ്യം പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ നിങ്ങളോട് വേറെ ബന്ധമൊന്നുമില്ലല്ലോ. അല്ല, അതും താൻ തന്റെ പണി ചെയ്താ പോലെ. നാട്ടികൂടെ പറഞ്ഞ ആവശ്യമില്ലാത്ത വർക്കാനമാണ് ഇതിന്. ഞാൻ എന്താ ആവശ്യമില്ലാത്ത പറഞ്ഞാ നിങ്ങളെന്താ അറിഞ്ഞത്? വിളവെടുക്കണ്ട കേട്ടോ. നിങ്ങൾ വിളവെടുക്കണ്ട. നിങ്ങളെന്താ എന്നെ വിളിച്ച് രാത്രി, നിങ്ങൾ സ്ഥിരമായിട്ട് രാത്രി എന്നെ വിളിച്ച് ചീത്ത വിളിക്കാണല്ലോ. നിങ്ങൾ മുമ്പ് എന്നെ വിളിച്ച് മോശമായിട്ടല്ല പറഞ്ഞത്. ഞാൻ FIR എടുത്ത് കാണിച്ചു തരാം. PB രതീഷിന്റെ നിരന്തരമുള്ള ഭീഷണിയെക്കുറിച്ച് മേലുദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. തീരുമാനമനുസരിച്ച് നടപടികളിലേക്ക് കടക്കുമെന്നും SHO അറിയിച്ചു. ഞാൻ ആ വിവരം എന്നെ ഭീഷണിപ്പെടുത്തിയവരെ എന്റെ മേലുദ്യോഗസ്ഥരെ SPയും DVSPയൊക്കെ അറിയിച്ചിട്ടുണ്ട് ഈ കാര്യം. കല്ലുവെട്ടാനും കടത്തുവാനും ഉപയോഗിച്ചിരുന്ന 4 ട്രാക്ടറുകളും 2 ലോറികളും മണ്ണ് മാറ്റാൻ ഉപയോഗിച്ചിരുന്ന JCBയും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ലോറികളിൽ ഒന്നിൽ കല്ലും മറ്റൊന്നിൽ മണ്ണുമായിരുന്നു. അനധികൃതമായി എംസാൻഡ് കടത്തിയ 2 ലോറികളും പോലീസ് പിടികൂടിയിട്ടുണ്ട്. പിടിച്ചെടുത്ത വാഹനങ്ങൾ റവന്യൂ വകുപ്പിന് നൽകുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. രാവിലെയുടെ സമയം പൂർണ്ണമാവുകയാണ്. ഇനി വാർത്തകൾ വളരെ വിശദമായി പരിശോധിക്കാനുള്ള സമയമാണ്. ന്യൂസ് 10 രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും. വീണ്ടും രാവിലെയിൽ നാളെ കാണാം.